ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്റെ കരിയറിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് അഭിമുഖീകരിക്കുന്നത്. തങ്ങളുടെ ഏറ്റവും വലിയ സഖ്യകക്ഷിയായ അമേരിക്ക പോലും നെതന്യാഹുവിനെ കൈവിട്ടിരിക്കുകയാണ്. ഒക്ടോബറിൽ പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങവെയാണ് നെതന്യാഹുവിന് മുൻപിൽ പുതിയ അഗ്നിപരീക്ഷ എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അമേരിക്കയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്തി ഇറാൻ ഒരുക്കിയ കെണിയിലാണ് നെതന്യാഹു ഇപ്പോൾ വീണിരിക്കുന്നത്. എന്താണ് സംഭവം എന്ന് വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ ഏറ്റവും പ്രധാന സഖ്യകക്ഷിയായ ഇസ്രായേലിനെ ട്രംപ് ഭരണകൂടം ഏതാണ്ട് കൈവിട്ട മട്ടാണ്. ഇറാന്റെ സമ്മർദ്ദ തന്ത്രമാണ് ഈ കൈവിടലിന് പ്രേരകമായത് എന്ന വസ്തുത ഈ വിഷയത്തിന് കൂടുതൽ പ്രസക്തിയും നേടിക്കൊടുക്കുന്നുണ്ട്. പറഞ്ഞു വരുന്നത് പുതിയ അമേരിക്ക ഇറാൻ സമാധാന കരാറും അതുമായി ബന്ധപ്പെട്ട് നെതന്യാഹുവും ട്രംപും തമ്മിൽ രൂപപ്പെട്ട ഭിന്നതയെയും കുറിച്ചാണ്. ജൂൺ 19 ഇറാനും അമേരിക്കയും തമ്മിൽ സമാധാന കരാർ ഒപ്പിടാൻ തീരുമാനിച്ചിരിക്കെയാണ് ഇസ്രായേൽ ലെബനനിൽ വീണ്ടും സൈനിക ആക്രമണം നടത്തിയത്. കരാറിലെ പ്രധാന വ്യവസ്ഥകളിൽ ഒന്നിനെ ലംഘിക്കുന്നതായിരുന്നു നെതന്യാഹുവിന്റെ നീക്കം. ഇസ്രായേലിന്റെ ലക്ഷ്യം സുവ്യക്തമാണ്: കരാർ ഏത് വിധേനയും അട്ടിമറിക്കുക. പക്ഷേ അവർ പ്രതീക്ഷിച്ച പോലെയുള്ള പ്രതികരണമായിരുന്നില്ല ഇത്തവണ ട്രംപ് ഭരണകൂടത്തിൽ നിന്ന് ഉണ്ടായത്. ഫ്രാൻസിൽ നടന്ന G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാനെത്തിയ ട്രംപ് ലെബനനിലെ ഇസ്രായേൽ സൈനിക ആക്രമണത്തിനെതിരെ അസാധാരണ വിമർശനമായിരുന്നു ഉന്നയിച്ചത്. നെതന്യാഹു കൂടുതൽ ഉത്തരവാദിത്തം കാണിക്കണമെന്ന് പറഞ്ഞ ട്രംപ് തന്റെ പിന്തുണയില്ലാതെ ഇസ്രായേൽ നിലനിൽക്കില്ലെന്ന് പോലും അവകാശപ്പെട്ടു. ഇരു നേതാക്കളും തമ്മിൽ വർദ്ധിക്കുന്ന ഭിന്നതയുടെ തെളിവായിട്ടാണ് നിരീക്ഷകർ ഇതിനെ വിലയിരുത്തുന്നത്. ഇറാനുമായൊരു കരാറിലേക്ക് അമേരിക്ക നീങ്ങുമ്പോൾ ഏറ്റവും വലിയ പ്രഹരമേൽക്കുന്നത് ഇസ്രായേലിനാണ്. അതിനാലാണ് എങ്ങനെയും ഇതിനെ അട്ടിമറിക്കാൻ നെതന്യാഹു ഭരണകൂടം ശ്രമിക്കുന്നത്. കരാറിലെ പ്രധാന വ്യവസ്ഥകളിൽ ഒന്നായ ലെബനനിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറുമെന്നത് നെതന്യാഹുവിനും സംഘത്തിനും ഒരു കാലത്തും അംഗീകരിക്കാനാകാത്തതാണ്. പക്ഷെ അത് സാധിച്ചു നൽകാമെന്നാണ് ട്രംപ് ഇറാന് നൽകിയിരിക്കുന്ന വാക്ക്. എന്നാൽ ലെബനനിൽ നിന്ന് പിന്മാറില്ല എന്ന നിലപാടിലാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് അത് തുറന്നു പറയുകയും ചെയ്തിരുന്നു. മാത്രമല്ല, ജനീവയിൽ വരുന്ന വെള്ളിയാഴ്ച ഒപ്പിടാൻ പോകുന്ന കരാറിൽ തങ്ങൾ കക്ഷികളല്ല എന്ന് മുൻകൂർ ജാമ്യവും നെതന്യാഹു എടുത്തിട്ടുണ്ട്. പക്ഷെ താൻ കൊടുത്ത വാക്ക് പാലിക്കപ്പെടുക എന്നത് അമേരിക്കയ്ക്ക് നിർബന്ധമാണ്. അല്ലാത്ത പക്ഷം പശ്ചിമേഷ്യയിൽ നെതന്യാഹുവിന്റെ വാക്കും കേട്ടുണ്ടാക്കിയ യുദ്ധത്തിൽ നിന്ന് അമേരിക്കയ്ക്ക് പുറത്തു കടക്കാനാകില്ല. അതേസമയം നെതന്യാഹുവിന് ലെബനനിലെ ആക്രമണം അവസാനിപ്പിക്കുന്നത് പരോക്ഷമായി ഇറാന് മുന്നിൽ അടിയറവ് പറയുന്നതിന് തുല്യമാണ്, പ്രത്യേകിച്ചും പൊതു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ. ഒക്ടോബർ 7 ശേഷമുള്ള നെതന്യാഹുവിന്റെ ഏറ്റവും വലിയ പരാജയമാണ് ഇറാനിലേത് എന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ പോലും വിശേഷിപ്പിക്കുന്നത്. അങ്ങനെയിരിക്കെ ഈ പ്രതിസന്ധിയെ നെതന്യാഹു എങ്ങനെ മറികടക്കുമെന്നതാണ് കാത്തിരുന്നു കാണേണ്ടത്. ആകെയുള്ള ഒരു വഴി കരാർ അട്ടിമറിക്കുക എന്നതാണ്. അതിനുവേണ്ടിയാണ് ഇറാനെ പ്രകോപിപ്പിച്ച് വീണ്ടും യുദ്ധത്തിലേക്ക് കൊണ്ടിടാൻ ഇസ്രായേൽ ശ്രമിച്ചത്. പക്ഷേ കരാർ നടപ്പിലാക്കുക എന്നത് ഇപ്പോൾ ഇറാനേക്കാൾ ട്രംപിന്റെ ആവശ്യമാണ് എന്നത് നെതന്യാഹു മറന്നുപോയി. അവിടെയാണ് നെതന്യാഹുവിന് പാളിയത്. ഇനിയിപ്പോൾ ആകെ 2 ഓപ്ഷനാണ് മുന്നിലുള്ളത്. ഒന്നുകിൽ തങ്ങളുടെ ദീർഘകാല സഖ്യകക്ഷിയായ അമേരിക്കയെ വെല്ലുവിളിച്ച് മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ അമേരിക്കയുടെ നിർദ്ദേശത്തിന് വഴങ്ങാം. രണ്ടായാലും ഇറാനുമായുള്ള ഈ കളിയിൽ നഷ്ടമുണ്ടായിരിക്കുന്നത് നെതന്യാഹുവിന് തന്നെ.